വിവരങ്ങളിലേക്ക് എത്താം. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ അരങ്ങേറുന്നത്. അവിടെ KV ബൈജു ഉണ്ട്. ബൈജു, ഇപ്പോൾ ആരുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം? എന്താണ് വിവരങ്ങൾ? ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിന്റെ ഇടതുഭാഗത്തായി കാണുന്നത് കണ്ണൂരിൽ നടക്കുന്ന പ്രതിഷേധമാണ്. വലതുഭാഗത്ത് ഗോവിന്ദചാമിയെ പിടികൂടിയപ്പോഴുള്ള ദൃശ്യങ്ങളാണ്. എന്തായാലും വലിയ പ്രതിഷേധം അരങ്ങേറുന്നു എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. KV ബൈജു ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൈജു, വലിയ തോതിലുള്ള പ്രതിഷേധം ആണ് ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിലായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആരാണ് അവിടെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത്? എന്താണ് വിവരങ്ങൾ? അല്പസമയം മുമ്പാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധമായി ഇവിടെ എത്തിയത് പ്രവർത്തകർ. ആ പ്രവർത്തകർ കോമ്പൗണ്ടിനകത്തേക്ക് കയറാൻ ശ്രമിച്ചു. അഭിലാഷേ, ഇവിടെ ഈ പ്രതിഷേധ പ്രകടനങ്ങൾ പലതും ഉണ്ടാകും നേരത്തെ തന്നെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പേരിന് മാത്രം കുറച്ച് പോലീസുകാരെയാണ്. അത് തന്നെയാണ് ഇവരുടെ ഗൗരവം. ഇപ്പോഴും ഈ കാര്യത്തിൽ വേണ്ടത്ര പോലീസ് എടുത്തിട്ടില്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. വളരെ കുറച്ച് പോലീസുകാർ മാത്രമാണ് ഇവിടെ ഉള്ളത്. വലിയ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. അത്രത്തോളം വലിയൊരു ക്രിമിനൽ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു കൊടും ക്രിമിനൽ ഇവിടെ നിന്നും ചാടി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരു കൊടും ക്രിമിനൽ ഇവിടെ നിന്നും ചാടി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കോൺഗ്രസുകാർ തർക്കിക്കുന്നതാണ്, കോൺഗ്രസ് പ്രവർത്തകർ പോലീസുമായി തർക്കിക്കുന്നതാണ് കാണുന്നത്. വളരെ വിരലിലെണ്ണാവുന്ന പോലീസുകാർ മാത്രമാണ് ഈ പ്രധാനപ്പെട്ട സെൻട്രൽ ജയിലിന് മുന്നിൽ ഇപ്പോൾ ഉള്ളത്. അത് ഏറ്റവും ശ്രദ്ധേയമാണ്. ഈ വിഷയം ഇപ്പോഴും പോലീസ് ഗൗരവത്തിലെടുത്തിട്ടില്ല എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ. ഈ പ്രവർത്തകർ ഇപ്പോൾ കോമ്പൗണ്ടിന്റെ അകത്തേക്ക് കടന്നു. ഇപ്പോൾ മതിലിന്റെ മുകളിൽ നിന്ന് പോലീസിനോട് തർക്കിക്കുന്ന ആ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സെൻട്രൽ ജയിലാണ്, ദേശീയപാതയ്ക്ക് തൊട്ട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന സെൻട്രൽ ജയിലാണ്. ഇവിടെ ഇനിയും ഒരുപാട് പ്രതിഷേധങ്ങൾ ഇനിയും വരാൻ സാധ്യതയുണ്ട്. എന്നാൽ വലിയ പ്രതിഷേധം ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾ ഇവിടെ പോലീസുമായി വാക്കേറ്റം നടത്തുന്നു നമുക്ക് കാണാം. പ്രധാനമായും ഇതിൽ ഒത്താശ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അതായത് രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോടുകൂടി മാത്രമേ ഇയാൾക്ക് ഇവിടെ നിന്നും ഇത്തരത്തിൽ ജയിൽ ചാടാൻ സാധിക്കൂ എന്നാണ് കോൺഗ്രസ് പറയുന്നത്. കേട്ടോ, ഈ പ്രതികളെ ഈ ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ ഇങ്ങനെ ജയിൽ ചാടിക്കൊണ്ടിരിക്കുക. നാട്ടില് ഒരു സിസ്റ്റം പരാജയമാണ്. ആഭ്യന്തര വകുപ്പിന്റെ കസേരയിൽ വാഴ വെച്ചാൽ അതിന് ഈ അന്തസ്സുണ്ടാവും. ഇത്ര നാണം കെട്ട ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഒരു ജയിൽ വകുപ്പാണ് ഈ നാട്ടിലുള്ളത്. ആർക്ക് വേണമെങ്കിൽ ജയിലിൽ നിന്ന് ഓടിപ്പോകാൻ സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ്. ഒറ്റ കയ്യന് ജയിലാണെങ്കിൽ ഇവനകത്ത് വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. കാക്കി കൊടുത്ത കുറെ ആളുകളുണ്ട്, നികുതി പണം വാങ്ങി പുട്ടടിച്ച് നടക്കുന്നവർ. അവർക്ക് എന്താ ജോലി? ഈ പ്രതികളെ പുറന്നുവിടലാണോ? നാട്ടുകാർ ഉൾപ്പെടെ ഇറങ്ങിയിട്ടല്ലേ ആ പ്രതിയെ പിടിച്ചത്? എന്തായാലും ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇവിടെ ഉള്ളത്. ഒരുപാട് പ്രവർത്തകർ ഇവിടെ ഇത്തരത്തിൽ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ സംഘർഷാവസ്ഥയ്ക്ക് ഇപ്പോൾ അയവ് വന്നിരിക്കുന്നു. ഈ ജയിലിന്റെ കോമ്പൗണ്ടിന്റെ അകത്തേക്ക് വരെ ഈ പ്രവർത്തകർ എത്തുന്ന സാഹചര്യം അല്പസമയം ഉണ്ടായി. ഏതായാലും ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നു. പ്രതിഷേധം അവസാനിച്ച് പ്രവർത്തകർ ഇപ്പോൾ പിരിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അഭിലാഷ്. യെസ്, ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ വ്യാപകമായ പ്രതിഷേധമാണ് സംസ്ഥാനത്ത് പലയിടങ്ങളിൽ നിന്നും ഉയരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിലേറ്റവും പ്രത്യക്ഷമായ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നത് പുറത്തു കടന്നു എന്നാണ് പറയുന്നത്. രാവിലെ 8 മണിക്കാണ് കണ്ണൂർ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അറിയുന്നത്. നമ്മൾ പറയുന്നത്
ഗോവിന്ദസ്വാമി സുരക്ഷിത സ്ഥലങ്ങളിൽ എത്തുന്നത് വരെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും വിവരം കൊടുക്കാൻ പറ്റാത്ത കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് തികഞ്ഞ പരാജയമാണ്. നിങ്ങളറിയണം, CPM-ന്റെ നേതാവ് ഷുഹൈബ് വധക്കേസിലെ പ്രതിക്ക് അവന്റെ കാമുകിക്ക് വേണ്ടി ഉല്ലാസം നടത്തേണ്ട സൗകര്യം ചെയ്തു കൊടുത്ത സെൻട്രൽ ജയിലാണ് കണ്ണൂരിലെ സെൻട്രൽ ജയില്. അതിന് നടപടി സ്വീകരിച്ചു കൊടുത്തത് ജയിലിലെ അഡ്വൈസറി ബോർഡ് കമ്മിറ്റിയാണ്. P. ജയരാജൻ അടക്കമുള്ള ആ CPM-ന്റെ നേതാക്കന്മാരുടെ അറിവും സമ്മതത്തോടും കൂടിയാണ് ഗോവിന്ദൻ ചാമിയെ പോലുള്ള കൊടും ക്രിമിനൽ ഈ ജയിലിനകത്ത് നിന്ന് പുറത്തുപോയത് എന്ന് ഞങ്ങൾ ആരോപിക്കുന്നു. അതുപോലെ ഇപ്പോൾ ഈ ജയിലിൽ ഇവർ പുറത്തുവിട്ടൊരു ഫോട്ടോ ഉണ്ട്. നമ്മളിപ്പോൾ കാണുമ്പോൾ ഒരു താടി വെച്ചൊരു ഗോവിന്ദൻ ചാമിയെ കാണുന്നത്, അതിലെന്തെങ്കിലും സംശയം? ആ ഫോട്ടോ ഞാൻ വ്യക്തമായി കണ്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ അംഗീകാരം കൊടുക്കുന്നത് കേരളത്തിലെ പോലീസിനും അതുപോലെ തന്നെ കണ്ണൂരിലെ നാട്ടുകാർക്കുമാണ്. ആ ഗോവിന്ദ ചാമി തുള്ളിയപ്പോൾ ആ പെൺകുട്ടിയുടെ അമ്മയുടെ വേദന ഞങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടത്. ഇന്ന് കേരളത്തിലെ സമൂഹം ആദ്യം തന്നെ കാലത്തു തന്നെ ആ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ട വാക്കുകൾ ഗോവിന്ദൻ ചാമി സെൻട്രൽ ജയിലിൽ നിന്ന് ചാടി എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിനകത്തുണ്ടായ ആ വികാരം തന്നെയാണ് തളാപ്പിലെ AKG ഹോസ്പിറ്റൽ പരിസരത്ത് നിന്ന് വെച്ച് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും CPM ഓഫീസിന്റെയും നടുക്കായുള്ള പണിതീരാത്ത ബിൽഡിങ്ങിനകത്ത് നിന്നാണ് ഗോവിന്ദ ചാമി കിണറിൽ നിന്ന് പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അഭിലാഷേ, അത് തന്നെയാണ്. ഏതായാലും ജയിൽ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ലജ്ജിപ്പിക്കുന്ന അല്ലെങ്കിൽ നാണക്കേടുണ്ടാക്കുന്ന സംഭവം തന്നെയാണ് ഉണ്ടായത്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ പ്രതിഷേധം അവസാനിച്ചിരിക്കുന്നു. പ്രതിഷേധം അവസാനിപ്പിച്ച് പ്രവർത്തകർ ഇപ്പോൾ പിരിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് സെൻട്രൽ ജയിലിന് മുന്നിൽ കാണാൻ സാധിക്കുന്നത്. BJP-യുടെ പ്രതിഷേധം അല്പസമയത്തിന് ഉണ്ട് എന്നാണ് അവർ വ്യക്തമാക്കിയത്. അതുപോലെ വലിയ പ്രതിഷേധം ഈ സെൻട്രൽ ജയിലിൽ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുകയാണ്. അഭിലാഷ്. യെസ്, വലിയ പ്രതിഷേധം തന്നെയാണ്. അതായത് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ള പോലീസിൽ നിന്ന് അനായാസമായ ഒരു പ്രതിക്ക് എങ്ങനെയാണ് ജയിൽ ചാടാൻ സാധിച്ചത്? അതും അതീവ സുരക്ഷ നൽകേണ്ട പ്രതിയാണത്. ഗോവിന്ദചാമിയെ പോലെയുള്ള ഒരു പ്രതി, കേരളമേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രതി, ഒരു കാലഘട്ടത്തിൽ മലയാളികൾ ഒന്നടങ്കം വെറുത്തത ഒരു മുഖമായിരുന്നു ഗോവിന്ദചാമിയുടേത്. പ്രത്യേകിച്ച് ഓടുന്ന ട്രെയിനിൽ ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുക, അതിനുശേഷം കൊലപ്പെടുത്തുക, അങ്ങനെയുള്ള ഒരു പ്രതിക്ക് തടവ് പോരാ, വധശിക്ഷ തന്നെ വിധിക്കണമെന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം പോലും സാധാരണ നിലയിൽ ആരും അങ്ങനെ ഒന്ന് ആഗ്രഹിക്കുന്നതല്ല എങ്കിൽ പോലും ആ കാലഘട്ടത്തിൽ ആ നിലയിലായിരുന്നു കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ വികാരം. അത്രമേൽ മലയാളിയുടെ മനസാക്ഷിയെ നൊമ്പരപ്പെടുത്തിയ ഒരു പ്രതിയാണ്. ഇപ്പോഴും ഈ പ്രതിയെ പിടികൂടുമ്പോൾ പോലും ആളുകൾ ആക്രോശിക്കുന്നുണ്ട്, ആ പ്രതിയെ ഞങ്ങൾക്ക് വിട്ടുതരൂ എന്ന്. അപ്പോൾ അങ്ങനെ മോണിറ്റർ ചെയ്യപ്പെടേണ്ട ഒരു പ്രതി, ജയിലിനകത്ത് ഈ പ്രതിയുടെ നീക്കങ്ങൾ എന്തെന്ന് കൃത്യമായി നിരീക്ഷിക്കേണ്ട സംവിധാനം, അങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ കണ്ണു വെട്ടിച്ചുകൊണ്ട് ഗോവിന്ദചാമി എന്ന പ്രതി ജയിൽ ചാടിയെങ്കിൽ അത് ഗുരുതരമായ പിഴവുകളാണ്. ആസൂത്രണമായിരുന്നു, കൃത്യമായ ആസൂത്രണത്തോടെയാണ് പ്രതി ജയിൽ ചാടിയത് എന്ന് ജയിൽ സൂപ്രണ്ട് പറയുമ്പോൾ പോലും അത്തരം ന്യായങ്ങളോ ഉത്തരങ്ങളോ ഒന്നും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. കാരണം ഇങ്ങനെ ആസൂത്രണം നടത്താൻ ആ പ്രതിക്ക് എങ്ങനെ സാധിച്ചു, അത് കണ്ടെത്താൻ നമ്മുടെ സിസ്റ്റത്തിന് കഴിയുന്നില്ല എങ്കിൽ ഈ സിസ്റ്റം കൊണ്ട് എന്ത് പ്രയോജനമെന്ന് സ്വാഭാവികമായും ആളുകൾ ചിന്തിച്ചു പോകും. അങ്ങനെയുള്ള ആത്മരോഷവും പ്രതിഷേധവും തന്നെയാണ് ഇപ്പോൾ ജനങ്ങളിൽ പ്രകടമാകുന്നത്. കൊടും കുറ്റവാളിയായ ഗോവിന്ദചാമിയെ പിടികൂടാൻ സഹായകമായത് നാട്ടുകാരുടെ ഇടപെടൽ തന്നെയാണ് എന്ന് എടുത്തു പറയണം. കാരണം ആ പ്രദേശവാസിയായ ഒരാൾ സംശയം തോന്നി ഗോവിന്ദചാമി എന്ന് വിളിക്കുമ്പോൾ ഉണ്ടായ ആ പ്രതികരണം, ഗോവിന്ദചാമിയിൽ നിന്നുണ്ടായ പ്രതികരണം, അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പ്രതിയിലേക്ക് എത്തിപ്പെടാൻ ഏറെ സഹായകമായത്. ഗോവിന്ദചാമിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നവരെ അറിയിക്കുക എന്ന നിർദ്ദേശം പോലീസിന് നൽകേണ്ടതായി വന്നു. അങ്ങനെ ഫോൺ നമ്പർ അടക്കം നൽകേണ്ടതായി വന്നു. അതായത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടത്തിൽ എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പോയ ആ മണിക്കൂറുകളിലാണ് ജനങ്ങളുടെ ജാഗ്രത, വലിയ ഇടപെടൽ തന്നെ ഉണ്ടായത്. പോലീസ് അഭിനന്ദിക്കുന്നു ആ നാട്ടുകാരെ. എന്തായാലും ആ കരുതലിന്റെ ഭാഗമായി ഗോവിന്ദചാമിയെ മണിക്കൂറുകൾക്കകം പിടികൂടാൻ സാധിച്ചു എന്നതാണ് വലിയ ആശ്വാസമായി മാറുന്നത്. കിരൺ, ഇതാണല്ലോ സംഭവിച്ചത്. അതായത് ആ പ്രദേശത്ത്, അതായത് പുലർച്ചെ 1:30 1:15 അതേ പുലർച്ചെ 6 മണിക്കാണോ എന്നൊന്നും വ്യക്തതയില്ല. പക്ഷേ പോലീസിന്റെ പ്രതികരണം ഉണ്ടായിരുന്നു. പോലീസിനെ അറിയിച്ച ഏതാണ്ട് 3 മണിക്കൂറിനകം തന്നെ പ്രതിയെ പിടികൂടി എന്നുള്ളത്. അപ്പോൾ ജയിൽ വകുപ്പ് ഇക്കാര്യം പുറത്തു പറഞ്ഞത് ഏറെ വൈകിയാണോ എന്നതിലൊന്നും വ്യക്തതയില്ല. എന്തായാലും നാട്ടുകാരുടെ കൂടി ഒരു ഇടപെടൽ ആണല്ലോ ഇപ്പോൾ ഈ പ്രതിയെ പിടികൂടാൻ സഹായകമായത്. കിരൺ,
കേരളത്തിലെ ചാനലുകളെല്ലാം തന്നെ പുറത്തുവിട്ടിരുന്നു. ഈ ചാനലുകൾ വാർത്ത പുറത്തുവിട്ടതോടുകൂടി നാട്ടുകാരെല്ലാവരും തന്നെ ആ തരത്തിൽ തന്നെ സംഘടിതമായി തന്നെ തെരച്ചിൽ ആരംഭിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇയാൾക്ക് ഏതെങ്കിലും തരത്തിൽ വേഷം മാറിയാൽ പോലും ഒരു കൈയില്ല എന്നത്, അതും ഇടത്തെ കൈയില്ല എന്നത് വലിയൊരു അടയാളമായിരുന്നു. അതുകൊണ്ട് തന്നെ വേഷം മാറിയും രക്ഷപ്പെടുക അത്ര എളുപ്പമായിരുന്നില്ല. 6-6:30 മണിയോടുകൂടി ആളുകൾ ഇയാളെ റോഡിൽ കണ്ടിരുന്നു. അപ്പോഴും ഗോവിന്ദചാമിയാണെന്ന് തിരിച്ചറിഞ്ഞില്ല. ആളുകൾക്ക് സംശയം തോന്നി. ഇയാളെ നോക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ് ഇയാൾ അവിടെ നിന്ന് മാറിപ്പോയത്. പിന്നീട് അയാൾ എവിടെയോ അവിടെ തന്നെ ഒരു മതിൽ ചാടി പോകുന്നതാണ് കണ്ടത്. അതിനപ്പുറത്ത് ഒരു കുറ്റിക്കാടുണ്ട്, അവിടെ എവിടെയോ നിന്നിട്ടുണ്ടാവണം. അതിനുശേഷം പിന്നീട് ഒരു 9:15 മറ്റൊരു വിഷ്വൽ കിട്ടുന്നത്. അപ്പോഴേക്കും കേരളത്തിലെ മുഴുവൻ ചാനലുകളിലെയും വാർത്ത ഇതു മാത്രമായിരുന്നു. കേരളത്തിൽ കാട്ടുതീ പോലെ ഈ വാർത്ത പടർന്നു പിടിച്ചു. ഗോവിന്ദചാമിയെ പോലെ കൊടും ക്രൂരനായ, കേരളം മുഴുവൻ ഒരേപോലെ വെറുക്കപ്പെട്ടിരുന്ന ഒരാൾ ഏത് സമയം പുറത്തിറങ്ങിയാലും, ഏത് നാട്ടിൽ പുറത്തിറങ്ങി രക്ഷപ്പെട്ടാലും അവിടുത്തെ സ്ത്രീകൾക്ക് അപകടകരമായ അവസ്ഥയിൽ അപകടമുണ്ടാക്കാൻ സാധ്യതയുള്ള, ലൈംഗിക വൈകൃതമുള്ള കൊടും കുറ്റവാളിയായ ഒരാൾ, അത്തരത്തിൽ അയാളുടെ ഒരു മാനസികാവസ്ഥയുള്ള ഒരാൾ, അങ്ങനെ ഒരാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചിരുന്നു. ഇയാൾക്ക് റോഡിലേക്ക് എങ്ങനെ ഇറങ്ങിയാലും ആളുകൾ കണ്ടെത്തുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. 9:15 ഇയാൾ മറ്റെവിടുന്നോ സംഘടിപ്പിച്ച ഒരു വെള്ള ഷർട്ടുമായി, ആദ്യം ഒരു കറുപ്പ് ഷർട്ട് ഇട്ടാണ് പുറത്തിറങ്ങിയെങ്കിൽ പിന്നീട് ഒരു വെള്ള ഷർട്ടുമായിട്ടാണ് പുറത്തേക്ക് പോയത്. തലയിൽ ഒരു ചാക്കുകെട്ടുണ്ടായിരുന്നു. ആ ചാക്കുകെട്ടിനുള്ളിലേക്ക് ഈ കൈ മടക്കി വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് കൈ ഉണ്ടോ ഇല്ലയോ എന്നത് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധ്യമായിരുന്നില്ല. ആ കൈ ചാക്കുകെട്ട് പിടിച്ചിരിക്കുന്ന മട്ടിൽ ചാക്കിനുള്ളിലേക്ക് മടക്കി വെച്ചിരുന്നതിനാൽ അത് പിടിക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷെ അപ്പോഴും സംശയം തോന്നി. നേരത്തെയൊക്കെ കണ്ട ഒരു രൂപം കൂടി ആയിരുന്നില്ല ഗോവിന്ദചാമിക്ക് എന്നത് ഓർക്കണം. ഈ കൈയില്ലായിരുന്നെങ്കിൽ ഇത് ഗോവിന്ദചാമി ആണോ എന്ന തരത്തിലെ സംശയം പോലും ഉണ്ടാകുമായിരുന്നു. ജയിൽ അധികൃതരടക്കം ഇങ്ങനെ ഒരു ചിത്രം പെട്ടെന്ന് തന്നെ പുറത്തുവിടേണ്ടതിന് പകരം അവർ ആ ചിത്രം തന്നെ പിടിച്ചു വെക്കുകയായിരുന്നു. ഏറ്റവും അവസാനത്തെ ചിത്രമൊക്കെ മാധ്യമങ്ങൾക്ക് മറ്റു വഴികളിലൂടെ ചോർന്നു കിട്ടിയ ചിത്രങ്ങളൊക്കെ ഉപയോഗിച്ചാണ് മാധ്യമങ്ങൾ ഈ പുതിയ നീട്ടിയ താടി വെച്ച രൂപമൊക്കെ പുറത്തുവിട്ടത്. ആ ദൃശ്യങ്ങൾ കൂടി കണ്ടതോടുകൂടിയാണ് ആളുകൾക്ക് സംശയമായത്. ഈ പോയത് ഇയാൾ തന്നെയല്ലേ? അപ്പോൾ സംശയം തോന്നിയ മനോജ് എന്ന് പറഞ്ഞാൽ അടുത്തേക്ക് ആളോട് പറയുകയും അവർ എടാ ഗോവിന്ദചാമി എന്ന് വിളിക്കുകയും ഇത് കേട്ടുകൊണ്ട് ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അവിടെ നിന്ന് ഇയാൾ എവിടേക്കാണ് പോയത് എന്ന് ഏകദേശ രൂപം അവർക്ക് കിട്ടി. പക്ഷേ അവർക്ക് അപ്പോഴും ആളിനെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. അവിടെ നിന്ന് പോകാൻ കഴിയുന്ന ചില സ്ഥലങ്ങളുണ്ടായിരുന്നു. ആ സ്ഥലങ്ങളിലേക്ക് നിരവധി നാട്ടുകാരായ ആളുകൾ, പോലീസുകാർ എല്ലാവരും ചേർന്ന് വളയുകയായിരുന്നു. അങ്ങനെയാണ് ആ കെട്ടിടത്തിനുള്ളിൽ ആളുണ്ട് എന്നുള്ളൊരു സംശയം തോന്നിയത്. ആ ഒഴിഞ്ഞു കിടക്കുന്ന ആശുപത്രി കെട്ടിടം ദീർഘകാലമായി അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ആശുപത്രി കെട്ടിടമാണ്. ഉള്ളിലൊക്കെ വിവിധ വൃക്ഷങ്ങളൊക്കെ വളർന്ന്, അതിൽ ചെടികളൊക്കെ വളർന്ന് ആകെ ഒരു മനുഷ്യന് കയറി ചെല്ലാൻ കഴിയാത്ത രീതിയിലേക്ക് അവശിഷ്ടങ്ങളൊക്കെ കിടന്നിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അതിനുള്ളിൽ തന്നെ ഒരു കിണറുണ്ട്. ആ കിണറിനുള്ളിലാണ് ഇയാൾ ഉണ്ടായിരുന്നത്. അവിടുത്തെ വിശദമായ തിരച്ചിലിനൊടുവിലാണ് ഇയാൾ കിണറിനുള്ളിലുണ്ട് എന്ന് അറിഞ്ഞത്. അപ്പോൾ കിണറിനുള്ളിൽ 2 തൊടിയോളം വെള്ളമുണ്ട്. വെള്ളത്തിനുള്ളിൽ ഇറങ്ങി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. ആരെങ്കിലും പെട്ടെന്ന് വന്നാലും വരുന്നത് തിരിച്ചറിഞ്ഞ് വെള്ളത്തിലേക്ക് മുങ്ങി നിൽക്കാം എന്നുള്ള പ്രതീക്ഷയൊക്കെ ആവും ചിലപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ എന്തായാലും അവിടെ നിൽക്കുന്നത് പെട്ടെന്ന് തന്നെ ആളുകൾ തിരിച്ചറിഞ്ഞു. പോലീസും ജനങ്ങളുമൊക്കെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുറ്റി അടക്കമുള്ളവർ ഈ ആളുകളുടെ തെരച്ചിൽ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. അവർക്ക് അതിനുശേഷമാണ് അതിലേക്ക് കയർ ഇറക്കി കൊടുത്ത് ഇയാൾ ഈ ഒറ്റ കൈ കൊണ്ട് കയറിൽ പിടിച്ച് മുകളിലേക്ക് കയറുന്നത് എന്നത് ആലോചിക്കണം. ഒരു കൈ കൊണ്ട് കയറിലേക്കും പിടിച്ച് കയറാനുള്ള ആരോഗ്യസ്ഥിതിയൊക്കെ ഉള്ള ഒരാൾ കൂടിയാണ് ഗോവിന്ദചാമി എന്നത് ഓർക്കണം. അങ്ങനെ ഗോവിന്ദചാമിയെ പിടികൂടുകയായിരുന്നു. ഇനി ഇത് ജയിലിൽ നിന്ന് പുറത്തു ചാടിയത് ഏറ്റവും പുറത്തിറങ്ങാൻ വേണ്ടി രാവിലെ ഏകദേശം 6 മണിയോട് അടുത്തിരുന്നു എന്ന് വേണം കണക്കാക്കാൻ. കാരണം അതിന് മുമ്പ് പുറത്തിറങ്ങാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ട്രെയിൻ വഴി ഏതെങ്കിലുമൊക്കെ ട്രെയിനിൽ കയറി പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലൊന്നും അല്ലട്ടെ, ഓടുന്ന ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങാനൊക്കെ നേരത്തെ ഈ കുറ്റകൃത്യം ചെയ്യുമ്പോഴും ഓടുന്ന ട്രെയിനിൽ നിന്നാണ് ചാടി ഇറങ്ങിയത്. സാധാരണ ഒരാൾ ഓടുമ്പോൾ ഇറങ്ങുന്നതിനേക്കാൾ പ്രയാസമുള്ള വേഗതയിലാണ് അന്ന് ചാടി ഇറങ്ങുകയും ഒക്കെ ചെയ്തത്. അങ്ങനെയാണ് പെൺകുട്ടിയെ അവളിലേക്ക് തള്ളിയിടുകയും പിന്നാലെ ഇയാൾ ചാടുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ ഇയാൾക്ക് വേറെ ഏതെങ്കിലുമൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി സ്റ്റേഷന് മുമ്പ് തന്നെ ഇറങ്ങി ചാടിയൊക്കെ പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലായിരുന്നു.